നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ രണ്ടാളെ നിസാർക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏയ് എന്താ പരിപാടി? പോയോ പുറത്ത് പോയോ? ഏയ് എന്താ പരിപാടി? ഡ്യൂട്ടിയൊക്കെ എന്നത്തെ പോലും കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത എന്താ പരിപാടി ഒപ്പിക്കണം അതിങ്ങനെ ഇരിക്കുക. പാട്ട് പാടി ഇങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം എന്താ എടുക്കടാ? എന്റെ ഒരു ഐറ്റം ഉണ്ട്. എന്താണ്? സിനിമ നടന്മാരെ അല്ലോ നീ കൊറേ തള്ളി ഞാൻ കേട്ടിട്ട് മടുത്ത. സീരിയസ് ആയിട്ട് സത്യം പൊളിയാണ്. എന്റെ അടുത്ത് ഇന്ന് പറയുമ്പോലല്ല ഇവിടെ ക്യാമറ റീൽ ചെയ്യാൻ വേണ്ടിട്ടാണ്. അതാണത് റീൽ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കി എന്നിട്ട് പറയും. ഉറപ്പാണ് അർഷാദെ? നമുക്കൊന്ന് കേട്ടിന്റെ ബാക്കി പരിപാടി. ആ ശരിയല്ലേ. അല്ല നീങ്ങോട്ട് പറയടേ, ഒരു നേരം അതിൽ ഇരിക്കുന്നു. സ്കൂളിലെ കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയായിട്ട് ഇറങ്ങട്ടെ. എടാ കൊച്ചുള്ളരെ പറ്റിക്കും പോലെ അല്ലേ ഇത്? സീരിയസ് ആയിട്ട് നീ കൊച്ചുള്ളരെ പറ്റിക്കും. അന്നത്തെ നഴ്സറി പഠിക്കുന്ന പിള്ളേരെ അത് ഓക്കെ. നീ അല്ലാതെ നിനക്ക് നീ ഓക്കെ നീ എടു. എന്നാ കേരളോത്സവത്തിന് ഇറക്കിയായിട്ട് എഴുതി അല്ലാ കരുതി എടുക്കും ഒത്തിരി. നമ്മളാ ശശികലിംഗ അറിയില്ലേ? ആ സിനിമ നാളെ മരിച്ചുപോയി പാപ. പുള്ളിയുടെ സൗണ്ട് ഒന്ന് എടുക്കാം. ഓക്കെ മൈക്കാണെന്ന് വിചാരിച്ചു. ഈ നാട്ടിലാർക്കെങ്കിലും കാശിന് ആവശ്യം വന്നാൽ ഓടി എന്റെ അടുത്ത് വരും. ഞാനാണ് അറിയുടെ കാവൽക്കാരൻ. നല്ല ബദാൽ താമച്ചി പടം പൊളിയിട്ട് വെച്ച കലക്കും. സത്യം അടിപൊളി. അങ്ങനെ മരിച്ചോണ്ട് അവിടെ നിന്ന് എന്തായാലും ഒരു ആക്ഷൻ വരത്തില്ല. ഒത്തില്ല അല്ല കൊള്ളാടാ. ഒരാളെ കൂടെ എടുത്താല് എടുക്കടാ അങ്ങോട്ട്. എന്തായാലും സമയം പോണ്ടേ. വിനായകന്റെ സൗണ്ട് എടുത്തു. കമ്മിറ്റി പാടത്തില്ല. ആശാനെ അവര് കിടിലൻ ടീമാണ്. അവരെന്നെ ഉറക്കും. അവര് മുട്ടൻ ടീമാണ്. ആ ബെന്നിയില്ലേ കള്ളപ്പന്നി, അവനാണ് എന്നെ ഇട്ടുകൊടുത്ത. മരണം പാച്ചില് ഞങ്ങൾ ആശാനെ ഇവിടെ വന്ന്. ഇനി ആശാനുണ്ടല്ലേ, ഞാൻ പ്രശ്നം പോണില്ല. സംഭവം കിടിക്കേണ്ട. പക്ഷെ ഇതിനകത്ത് പറയാനുള്ളത് ആട് ടൂലെന്തോ പുള്ളിക്ക് പരിക്ക് പറ്റിയിട്ട് കിടക്കുക. അതുകൊണ്ട് പെട്ടെന്ന് എന്തായാലും ആട് 3 ഓക്കെ. എന്തായാലും പുള്ളി സംഭവം കൊള്ളാം. കിടില പൊളിച്ചടിക്കില്ല. ഓക്കെ താങ്ക് യു.